കൊച്ചിയിൽ സൗത്ത് റെയിൽവേ പാലത്തിന് സമീപം ആക്രി ഗോഡൌണിൽ തീപിടുത്തത്തിൽ അന്വേഷണം നടക്കുന്നു. ഷോർട്ട് സർക്യൂട്ടാണോ അപകട കാരണമെന്ന് പരിശോധിക്കുകയാണ്. പുലർച്ചെ 1 മണിയോടെ തീപിടുത്തമുണ്ടാവുകയായിരുന്നു. 12 ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു. സൗത്ത് റെയിൽവേ ട്രാക്കിന് സമീപത്തേക്കും തീ പടർന്നതോടെ ട്രെയിൻ ഗതാഗതവും തടസ്സപ്പെടുകയായിരുന്നു. 2 മണിക്കൂറിന് ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. 5 മണിക്കൂറിന് ശേഷം ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. 15 ലക്ഷം രൂപയുടെ പ്രാഥമിക നഷ്ടം കണക്കാക്കുകയാണെന്ന് ആക്രിക്കട ഉടമ രാജു റിപ്പോർട്ടറിനോട് പറഞ്ഞു. എങ്ങനെ കത്തിയെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. 2 മണി വരെ 1 മണി 1:15 മണി വരെ വർക്ക്ഷോപ്പിൽ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. 2 മണി കഴിഞ്ഞപ്പോഴാണ് കത്തിയെന്നുള്ളത്. അപ്പോൾ 2-2:30 മണിയപ്പോൾ ഞാൻ അജിയിൽ വർക്ക്ഷോപ്പേരം വിളിച്ച് ഞാൻ അങ്ങനെ ഓടി വന്നത്. എന്തോ സംഭവിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. ശരിക്കും പറഞ്ഞു സർക്യൂട്ടിനുള്ള സാധ്യതയാണോ? ഒന്നുമില്ല. അതല്ല, ഇത് കത്തി പിടിച്ചേക്കണത് ഏറ്റവും ബാക്ക് വശത്ത്. അവിടെ കറണ്ടും ഇല്ല, ഒന്നുമില്ല. അതായത് തീപിടുത്തമുണ്ടായി ബാക്ക് ഭാഗത്ത് ഏറ്റവും വേഗത വർക്ക്ഷോപ്പിൻ്റെ ബാക്ക് വശത്ത്. അവിടെ കറണ്ടും ഇല്ല, ഒന്നുമില്ല. അവിടെ നിന്ന് തീ അങ്ങനെ വന്ന് തീ ഞാൻ പാടില്ല. ഓപ്പൺ ഏരിയ ആണ് കേട്ടോ. അത് ഓപ്പൺ ഏരിയ ആണത്. അവിടെ നിന്ന് ഇങ്ങനെ കത്തി പിടിച്ച് കയറി പോകുന്നു. ഫയർഫോഴ്സിന് പറ്റുന്നില്ല. ഫയർഫോഴ്സ് നോക്കി നടന്നില്ല. അങ്ങനെ കത്തിക്കാനുള്ള സാധ്യത ഉണ്ടോ? അങ്ങനെ വരാൻ സാധിക്കുന്നുണ്ട്. 15 ലക്ഷം രൂപ പ്ലാസ്റ്റിക് ആയാലും 15 ലക്ഷം രൂപ ഉണ്ടാവുള്ളൂ. വേറെ ഒന്നുമില്ല. അല്ലമീനും അലി അക്ബർ ഷായും വിവരങ്ങളുമായി. ആദ്യം അല്ലമീനിലേക്ക്. അല്ലമീൻ, എങ്ങനെ തീ പിടിച്ചു എന്നാണ് ഇപ്പോൾ ആക്രിക്കട ഉടമ സംശയിക്കുന്നത്? വലിയ നാശനഷ്ടമാണ്, വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഗ്യാസ് സിലിണ്ടർ കൂടി പൊട്ടിത്തെറിച്ചതോടുകൂടി അപകടത്തിന്റെ വ്യാപ്തി കൂടുകയായിരുന്നു. എന്താണ് സംശയിക്കുന്നത്? സ്മൃതി, ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നതിൽ വ്യക്തത വന്നിട്ടില്ല. പോലീസും ഫയർഫോഴ്സും ഒക്കെ ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുന്നതേയുള്ളൂ. ആക്രിക്കട ഉടമ പറയുന്നത് 2 സംശയങ്ങളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന്, സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഷോർട്ട് സർക്യൂട്ട് മൂലം അപകടം ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ ആക്രിക്കട ഉടമ രാജു പറയുന്നത് ഈ ആക്രിക്കടയുടെ പിൻവശത്ത് നിന്നാണ് ഈ തീ പടർന്നു പിടിച്ചത്. അവിടെ വൈദ്യുതി ബന്ധങ്ങളൊന്നും കടയുമായി ബന്ധപ്പെട്ടില്ല. അതുകൊണ്ട് കടയ്ക്കകത്ത് നിന്ന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള സാധ്യതയും അതുവഴി തീ പിടിക്കാനുള്ള സാധ്യതയും ആ ഭാഗത്ത്, നിലവിൽ തീ പടർന്നു പിടിച്ച ഭാഗത്തില്ല. പക്ഷേ അതേസമയം അതിന് പുറത്തുകൂടി മറ്റു വൈദ്യുതി ലൈൻ കടന്നു പോകുന്നുണ്ട്. അവിടെ നിന്ന് ഇലക്ട്രിക് ലൈനെങ്ങാനും കത്തി താഴെ വീണ് പടർന്നു പിടിച്ചതാണോ എന്നൊരു സംശയമുണ്ട്. അതിനപ്പുറത്തേക്ക് ആ ആക്രി കൂനയ്ക്ക്, ചവറ് കൂനയ്ക്ക് ആരെങ്കിലും തീയിട്ടതാണോ എന്നുള്ളൊരു സംശയവുമുണ്ട്. അതിലൊന്നും തന്നെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. അങ്ങനെ പല തലങ്ങളിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സും പോലീസും ഒക്കെ നടത്തുകയാണ്. കൃത്യമായ ലൈസൻസും മറ്റു സുരക്ഷാ സംവിധാനങ്ങളോടെയുമാണ് പ്രവർത്തിക്കുന്നത് സ്ഥാപനം എന്നുള്ളതാണ് രാജു പറയുന്നത്. പക്ഷേ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കാര്യത്തിൽ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടൊക്കെ സമഗ്രമായ പരിശോധന നടക്കുന്നുണ്ട്. 15 ലക്ഷം രൂപയുടെ പ്രാഥമിക നഷ്ടമാണ് നിലവിൽ കണക്കാക്കുന്നത് എന്നുള്ളതാണ് ആക്രിക്കട ഉടമ രാജു പറയുന്നത്. പ്ലാസ്റ്റിക് വസ്തുക്കളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. അതിനകത്തുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ ഉൾപ്പെടെ പൊട്ടിത്തെറിക്കുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഗ്യാസ് സിലിണ്ടർ എന്ന് പറയുമ്പോൾ പൂർണ്ണമായും ഗ്യാസ് ഫില്ല് ചെയ്ത സിലിണ്ടറുകളായിരുന്നില്ല. ചിലത് ഉപയോഗിച്ച് പകുതിയോ കാൽഭാഗമൊക്കെ ആയ സിലിണ്ടറുകളാണ്. മറ്റത് ചിലത് ഈ ആക്രിയുടെ ഭാഗമായി കൊണ്ടുവന്ന കാലി സിലിണ്ടറുകളായിരുന്നു. അതൊക്കെയാണ് പലതും പൊട്ടിത്തെറിച്ചത്. ഈ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ഏതാണ്ട് 10ഓളം ജീവനക്കാർ അതിൻ്റെ 2ാമത്തെ നിലയിൽ കിടന്നുറങ്ങുകയായിരുന്നു. അവർക്കൊന്നും ഒരു പരുക്കുമില്ലാതെ രക്ഷപ്പെടുത്താനായി എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ അപകടം വലിയ രീതിയിലൊരു അപകടമാണ് ഉണ്ടായത് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ കൃത്യമായ ഇടപെടൽ കാരണം അപകടത്തിൻ്റെ ആഴം കുറയ്ക്കാനായി, വ്യാപ്തി കുറയ്ക്കാനായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഘടകം. കാരണം അതിനടുത്ത് ഈ ആക്രിക്കടയ്ക്ക് ചുറ്റും നിരവധി സ്ഥാപനങ്ങളുണ്ട്, വർക്ക്ഷോപ്പുകളുണ്ട്, വീടുകളുണ്ടായിരുന്നു, അവിടെ താമസക്കാരുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്നുണ്ട്, മെട്രോ ലൈൻ കടന്നു പോകുന്നുണ്ട്, ഒപ്പം മേൽപ്പാലം കടന്നു പോകുന്നുണ്ട്. അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു അപകടം വ്യാപിച്ചിരുന്നെങ്കിൽ വലിയ തരത്തിൽ അതിൻ്റെ തോത് ഉയർന്നേനെ. പക്ഷേ അത് ഉണ്ടാകാതെ പിടിച്ചു നിർത്താനായി എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു സാഹചര്യം. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. തൊട്ടടുത്ത് ഈ ആക്രിക്കടയോട് ചേർന്നുള്ള വീട്ടിൽ താമസിക്കുന്ന തൊട്ടടുത്ത വർക്ക്ഷോപ്പുകാരനായ അജിയാണ് ഈ ശബ്ദം കേൾക്കുന്നതും തീ പടർന്നു പിടിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ട ഫയർഫോഴ്സിനെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിക്കുന്നത്. പിന്നാലെ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി പ്രവർത്തിച്ചാണ് ഈ തീ കെടുത്താനായത് എന്നുള്ളതാണ്. രാവിലെ തീ കെടുത്തിയതിനു ശേഷവും പല ഭാഗത്തു നിന്നും ഈ തീ പുകച്ചുരുളുകൾ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. അവിടെയെല്ലാം ഈ ഫോം പമ്പ് ചെയ്താണ് അത് നിയന്ത്രണ വിധേയമാക്കിയത്. ഏതായാലും ആളപായമോ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരുക്കോ പൊള്ളലോ ഒന്നും ഏറ്റിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. സമീപത്തെ വീടുകളിൽ നിന്നടക്കം ആളുകളെ മാറ്റിയിരുന്നു. റെയിൽവേ ട്രാക്കിലേക്ക് തീ പടരാനുള്ള സാധ്യത കണ്ട് റെയിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയിരുന്നു. അങ്ങനെ മുന്നൊരുക്കങ്ങളെല്ലാം നടപ്പിലാക്കിക്കൊണ്ടാണ് ആ തീ വ്യാപിക്കുന്നത് തടയാൻ ശ്രമിച്ചത്. അത് കൃത്യമായി ഫലം കാണുകയും ചെയ്തു. ഇനി അറിയേണ്ടത് എന്താണ് അപകട കാരണം എന്നുള്ളതാണ്. ഷോർട്ട് സർക്യൂട്ടാണോ? അങ്ങനെയാണെങ്കിൽ കടയ്ക്കകത്ത് നിന്നുണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് കടയുടമ പറയുന്നു. അതിനപ്പുറത്തേക്ക് മറ്റ് സാധ്യതകളുണ്ടോ? ആരെങ്കിലും തീയിട്ടതാണോ എന്നുള്ള സാധ്യത, ഒരു സംശയം കൂടി കടയുടമ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനുള്ള സാധ്യത. അങ്ങനെ പലതരത്തിൽ വിശദമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഫയർഫോഴ്സും പോലീസും നടത്തുന്നുണ്ട്. അന്വേഷണം തുടരുന്നു. അപ്പോൾ നാശനഷ്ടത്തിന്റെ വിശദാംശങ്ങളും അലി അക്ബർ ഷാ നൽകും. അലി അക്ബർ ഷാ, ഇപ്പോൾ 15 ലക്ഷത്തിന്റെ പ്രാഥമിക നഷ്ടമാണ് ഇപ്പോൾ ആക്രിക്കട ഉടമ പറയുന്നത്. അതിലപ്പുറത്തേക്ക് കണക്കുകൾ കൂടാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് ഇപ്പോൾ അറിയാനുള്ളത്. തീ ഇപ്പോൾ അതിലപ്പുറത്തേക്ക് പടർന്നിട്ടുണ്ടല്ലോ.
സ്മൃതി പറഞ്ഞതുപോലെ പുലർച്ചെയാണ്, അതായത് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ നിലവിൽ ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ കൂടി ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താൽ ഒരു ചെറിയ തീ പടരുന്നു. പിന്നീട് ഈ തീ ആളിപ്പിടിച്ച് ഈ ആക്രി സാധനങ്ങൾക്ക് തീ പിടിക്കുന്നു. അത് പിന്നീട് ഈ 12ഓളം ഗ്യാസ് സിലിണ്ടറുകൾ, ഇവിടെ സൂക്ഷിച്ച ആക്രിയായിട്ടുള്ള 12ഓളം ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കുന്ന നിലയിലേക്ക് ഈ അപകടം മാറുന്നു. ഈ ഉഗ്രശബ്ദം കേട്ടാണ് സമീപത്തുള്ള ആളുകൾ പലരും ഇത്രയും വലിയൊരു സ്ഫോടനമാണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നത്. ഈ സമയത്ത് ഈ പറഞ്ഞതുപോലെ തൊഴിലാളികൾ ഉൾപ്പെടെ ഏകദേശം 8 ആളുകൾ ഇതിനകത്ത് ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ഇവരെ കൃത്യമായി ഫയർഫോഴ്സിന് പുറത്തേക്ക് എത്തിക്കാൻ, മറ്റൊരു പരിക്കുകളും ഇല്ലാതെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ ആക്രി സ്ഥാപനത്തിന്റെ, ആക്രി ഗോഡൌണിന്റെ ഉടമയായ രാജു റിപ്പോർട്ടറിനോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് 15 ലക്ഷമാണ് പ്രാഥമികമായി നഷ്ടം കണക്കാക്കുന്നതെന്ന്. പല വിധത്തിലുള്ള സംശയങ്ങളും അദ്ദേഹം ആ ഘട്ടത്തിൽ ഉന്നയിക്കുകയും ചെയ്തു. മറ്റ് സ്ഥലങ്ങളിലേക്ക്, അതായത് വലിയ നാശനഷ്ടത്തിലേക്ക് പോകുമായിരുന്ന ഒരു അപകടത്തെയാണ് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും കൃത്യമായ ഇടപെടലിലൂടെ പിടിച്ചു നിർത്താൻ, അതിന്റെ വ്യാപ്തിയെ പിടിച്ചു നിർത്താൻ വേണ്ടി സാധിച്ചത്. പറഞ്ഞതുപോലെ തൊട്ടടുത്ത് തന്നെ ഫ്ളാറ്റുകൾ ഉണ്ടായിരുന്നു, മറ്റു പല തരത്തിലുള്ള ബഹുനില കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള പല കടകളിലെയും തൊഴിലാളികളായിട്ടുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ അതത് കടകളിൽ തന്നെ രാത്രികളിൽ കിടന്നുറങ്ങുന്ന ആളുകളുണ്ടായിരുന്നു. ഇവരെല്ലാം പെട്ടെന്ന് തന്നെ മാറ്റാൻ, മുൻകരുതൽ നിർദ്ദേശം കൊടുത്തു മാറ്റാൻ ഫയർഫോഴ്സിന് സാധിച്ചതുകൊണ്ടാണ് വലിയൊരു അപകടത്തിലേക്ക് പോകാതിരുന്നത്. അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ കൃത്യമായ ഇടപെടൽ, 15 യൂണിറ്റുകളാണ് അവിടെ എത്തി ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത്. ആദ്യം ഗാന്ധിനഗറിലെ ഫയർഫോഴ്സ് യൂണിറ്റാണ്, ഒറ്റ യൂണിറ്റ് ആദ്യം എത്തുന്നു. അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി നിർദ്ദേശം കൊടുത്തനുസരിച്ച് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 15 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീ അണയ്ക്കുകയായിരുന്നു. അല്ല എങ്കിൽ തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളിലേക്ക് കൂടി ഈ തീ പടർന്നിരുന്നെങ്കിൽ വലിയ നാശനഷ്ടം, സാമ്പത്തികമായ നാശനഷ്ടത്തിനപ്പുറത്തേക്ക് വലിയ ജീവഹാനി ഉണ്ടാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയേനെ. പക്ഷേ എന്തായാലും എടുത്തു പറയേണ്ടതുണ്ട് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഇടപെടൽ. എന്തായാലും വ്യക്തമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഈ നാശനഷ്ടങ്ങളുടെ വലിയ ദുരന്തമാകാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്